ഹായ് ഗായ്സ്, എൻ്റെ പേര് രാഹുൽ. നമ്മളിന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഐഫോൺ 13 മിനിയാണ്. ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. എൻ്റെ ചാനലിലെ ആദ്യത്തെ ഐഫോൺ 13 മിനിയുടെ അല്ലെങ്കിൽ ഐഫോൺ സീരീസിലൊരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഞാൻ സ്പെക്സ് വേണ്ടവർ ജസ്റ്റ് പോസ് ചെയ്ത് സൈഡിലുള്ള സ്പെക്സ് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്പെക്സിൻ്റെ ഐഡിയ കിട്ടും. ഇതൊരു 128 GB ഫോണാണ്. ബ്ലൂ വേർഷനാണ്. ഫ്രണ്ടിലെ കളർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ള ഫോണിൻ്റെ കളർ എന്താണെന്നുള്ള. ഇത് അസംബിൾഡ് ഇൻ ചൈനയാണ്, അസംബിൾഡ് ഇൻ ഇന്ത്യ അല്ല. പിന്നെ ഫോണിൻ്റെ വില 70,000 രൂപയാണ് 128 GB വേരിയൻറ്റിന്. അപ്പോൾ ഞാൻ HDFC ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് അല്ല, ക്യാഷ് ബാക്ക് ഓഫർ ഉണ്ടായതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. അപ്പോൾ ക്യാഷ് ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6,000 രൂപ നമുക്ക് കുറച്ച് 2 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ച് വീഴും. അപ്പോൾ 64,000 രൂപ ഏകദേശം പറഞ്ഞാൽ അതാ ബോക്സ് ഓപ്പൺ ആയി. എനിക്ക് ബോക്സിൻ്റെ ആക്ച്വലി ഫ്രണ്ടിലുള്ള പ്രിൻറ്റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫോണിൻ്റെ ഒരു എച്ചിങ് ഇല്ല, നല്ല രസമുണ്ട്, ഒരു ഫീൽ ഉണ്ട്. കണ്ട ഒരു ഫോണിൻ്റെ ഒരു ഇത് എഡ്ജിനെസ് അവിടെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതാണ് ഫോൺ. നമുക്ക് ഫോൺ പുറത്തോട്ട് എടുക്കാം. ഒരു നേവി ബ്ലൂ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ, നേവി ബ്ലൂ കളറും പിന്നെ ക്യാമറ ഹമ്പിൻ്റെ അവിടെ ലൈറ്റ് ബ്ലൂ കളറും. അപ്പോൾ ഇത് ഫോൺ നമുക്ക് തൽക്കാലത്ത് താഴത്ത് വെക്കാം. പിന്നെ ബോക്സിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു USB Type-C to ലൈറ്റ്നിങ് കേബിളാണ്. പിന്നെ അതിനകത്ത് ഒന്നുമില്ല, കുറച്ച് പേപ്പർ വേർഷൻ ഉണ്ടാവും. സിം ഇജക്ടർ ടൂൾ ഉണ്ട്, അത് ഭാഗ്യം. പിന്നെ ആപ്പിൾ സ്റ്റിക്കർ ഉണ്ട്. എന്തിനാണ് ആപ്പിൾ സ്റ്റിക്കറൊക്കെ തന്നെ? ഇവർ ഈ എൻവയോൺമെൻറ്റ് രക്ഷിക്കാണ്ട് ഈ പേപ്പർ വേർഷൻ മുഴുവൻ തന്നെ സമയം കൊണ്ട് ചാർജർ തരുന്നെങ്കിൽ എല്ലാവർക്കും ഗുണം ചെയ്തേനെ. പിന്നെ ഈ പേപ്പർ വേർഷനൊക്കെ ഇതൊക്കെ ഓൺലൈൻ ആക്കിയപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇവർ ഈ പേപ്പറായിട്ട് തന്നെ ഇത്ര എൻവയോൺമെൻറ്റ് രക്ഷിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇത്രയും കാശ് കൊടുത്തിട്ട് ഈ ഫോണിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ബോക്സിനകത്ത് ഒന്നുമില്ല. ഞാൻ അടുത്തൊരു ഫോണിൻ്റെ അൺബോക്സിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തരുമ്പോൾ നമുക്ക് വേണ്ടതല്ല ഇത്രയും കാശ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ USB Type-C ചാർജറില്ല. അപ്പോൾ ഞാനിതിന് പുറത്ത് വേണം. അതെങ്ങനെയാണ് എൻവയോൺമെൻറ്റ് രക്ഷിക്കുന്നതാവുന്നത്? ഇവരിത് ചെയ്തുകൊണ്ട് ഇപ്പോൾ ബാക്കിയുള്ള കമ്പനികളും കൂടി ഇത് ഫോളോ ചെയ്യാൻ തുടങ്ങി. പേപ്പർ പറിക്കട്ടെ. അറ്റ്ലീസ്റ്റ് പ്ലാസ്റ്റിക്സ് ഇല്ലാന്നെങ്കിൽ നമുക്ക് സമാധാനം പറയാം. ഫോൺ നല്ല രസമാണ്, കയ്യിൽ പിടിക്കാൻ ഭയങ്കര ക്യൂട്ടാണ്. ചെറിയ ഫോണായതുകൊണ്ട് കയ്യിൽ പിടിക്കാനുള്ള ഫീലൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഫോൺ നമുക്ക് ഓൺ ചെയ്യാം. ഈ ഫോണിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻ ഭയങ്കര കുഞ്ഞാണ്. ഞാൻ പറഞ്ഞില്ല, 5.4 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ് അതിൻ്റെ ഒരു ഫീലുണ്ട്. അവൻ കൈ പിടിക്കുമ്പോൾ ആ കുഞ്ഞു ഫോൺ ഒരുപാട് നാളിന് ശേഷം ഇത്രയും കുഞ്ഞു ഫോൺ നമ്മൾ കൈ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിക്കുവാണ്. ഇതാണ് ബോക്സിനകത്ത് ആകെ കിട്ടുന്നത്. ഓക്കെ, ഹലോ കാണിച്ചു, നമസ്തേ കാണിക്കുമായിരിക്കും. കൊള്ളാം, വിവിധ ഭാഷകളിൽ നമുക്ക് ഹലോ വരുന്നുണ്ട് ഐഫോൺ. ജസ്റ്റ് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോൾ ഉണ്ടായ ഫീലിംഗ് നിങ്ങളോട് പകർത്തുക എന്നുള്ള മാത്രമാണ് ഈ ഇതിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാം ഐഫോൺ ബോക്സിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, അൺബോക്സ് ചെയ്ത് കാണിക്കണമെന്ന് എനിക്കറിയാം. തീർച്ചയായും അങ്ങനെ ഞാൻ ഐഫോണിൻ്റെ ആദ്യമായിട്ട് എൻ്റെ ഫോണിൽ സെറ്റിങ്സ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇത്രയുള്ള അൺബോക്സിങ് വീഡിയോ. ഞാൻ എന്തായാലും ഫുൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി ഇടാം. നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം. This is the main camera 4K sample of iPhone 13 mini.